അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പോലിത്ത KP യോഹന്നാന്റെ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ സമയം ദിവസമൊക്കെ നിശ്ചയിക്കുന്നതിനുള്ള എപ്പിസ്കോപ്പൽ സിനഡ് ഇന്ന് രാത്രിയായിരിക്കും നടക്കുക. ഇപ്പോൾ സഭയുടെ PRO സിജോ പന്തപ്പള്ളിൽ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇനിയും സംസ്കാര ചടങ്ങുകൾ ഒപ്പം തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം? എന്താണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? എങ്ങനെയാണ്? ഇന്ന് വൈകിട്ട് ഏകദേശം 8 മണിയോടുകൂടെ ഞങ്ങളുടെ സീനിയർ ബിഷപ്സ് സ്ഥലത്തെത്തിച്ചേരും. ചില ഫ്ലൈറ്റ്സ് സമരങ്ങൾ കാരണം രാവിലെയുള്ള ഫ്ലൈറ്റുകൾ കിട്ടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് മറ്റ് തീരുമാനങ്ങളിലേക്ക് ഞങ്ങൾ പോവുക. പക്ഷേ എന്തു തന്നെ ആയാലും ഞങ്ങളുടെ സീനിയർ ബിഷപ്സും സഭാ സെക്രട്ടറി അച്ഛനുമായിട്ടുള്ള സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുമേനിയുടെ ഭൗതിക ശരീരം കേരളത്തിൽ കൊണ്ടുവരികയും സംസ്കാര ശുശ്രൂഷകൾ ഞങ്ങളുടെ സഭാ ആസ്ഥാനത്ത് തന്നെ നടത്തുകയും ചെയ്യണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് എത്തിക്കണമല്ലോ, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അതിൻ്റെ നടപടിക്രമങ്ങൾ ഞങ്ങൾ അവിടെ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ അതിൻ്റേതായ ഒരു ചില താമസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നടപടിക്രമങ്ങൾ നമ്മൾ അവിടെ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസങ്ങൾ. എന്നാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയത്? തിരുമേനി ഏകദേശം കഴിഞ്ഞ 3-4 മാസത്തോളം ഇവിടെ തന്നെയായിരുന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളും ട്രാവൽ ചെയ്തു. തിരുമേനി അമേരിക്കയിലോട്ട് പോയത് കഴിഞ്ഞ 3-ാം തീയതി വെളുപ്പിന്, 2-ാം തീയതി രാത്രിയാണ് അമേരിക്കയിലോട്ട്. ഒരു 4-5 ദിവസം മുമ്പാണ് ഇവിടെ അമേരിക്കയിലോട്ട് കടന്നുപോയത്. ഒരു അപകടമാണല്ലോ സംഭവിച്ചത്. സഭയ്ക്ക് ഈ ഒരു അപകടത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? നിലവിൽ യാതൊരു ആശങ്കയും സഭയ്ക്കില്ല. കാരണം ഞങ്ങൾ അവിടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിൽ കോൺടാക്ട് ചെയ്തിരുന്നു. അവർ വളരെ ക്ലാരിറ്റിയോടും കൃത്യതയോടും കൂടിയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു ആശങ്കയും നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ അഭിപ്രായം തേടേണ്ടതുണ്ടല്ലോ, അതൊക്കെ എപ്പോഴായിരിക്കും? അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അവിടെ ഉണ്ട്, കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടെല്ലാം നിരന്തരം കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ട്. സഭയുടെ മെത്രാപ്പൊലിത്തയാണല്ലോ. അപ്പം സഭയുടെ ബിഷപ്സ് കൗൺസിൽ തീരുമാനിക്കുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുടുംബം വളരെ കൂടെ തന്നെ, സഭയുടെ ബിഷപ്പ്മാരെടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ തന്നെ കുടുംബവുമുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നല്ലോ തിരുവല്ല. അദ്ദേഹം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹിച്ചിരിക്കുക നേരത്തെ തന്നെ, അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് ബന്ധു തിരുമനസിലയുടെ മനസ്സിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണ് തിരുവല്ല. പ്രത്യേകിച്ച് ഈ ക്യാമ്പസ്, സഭയുടെ ആസ്ഥാനം. അപ്പോൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതുകൊണ്ട് തന്നെ തിരുമേനിയുടെ അന്ത്യവിശ്രമവും ഇവിടെ ആയിരിക്കണമെന്നുള്ളത് ഞങ്ങൾക്കും നിർബന്ധമുള്ള കാര്യമാണ്. സിനഡൽ എപ്പിസ്കോപ്പൽ അത് ഇന്ന് രാത്രിയായിരിക്കും ചേരുക അല്ലേ? സീനിയർ ബിഷപ്സ് എല്ലാം ഇന്ന് രാത്രി എത്തിച്ചേരും. അപ്പോൾ എത്തിച്ചേരുന്ന മുറയ്ക്ക് തന്നെ ഏകദേശം 8 മണിയോടുകൂടി തന്നെ ആദ്യത്തെ സീനിയർ ബിഷപ്സിന്റെ കൗൺസിലിൽ ചേരും. മറ്റ് ബിഷപ്പ്മാരുള്ള ഏകദേശം നാളോടുകൂടിയായിരിക്കും എത്തിച്ചേരുന്നത്. ഏതായാലും ഇന്ന് രാത്രി തന്നെ എപ്പിസ്കോപ്പൽ സിനഡ് ചേരും എന്നാണ് PRO സിജോ പന്തപ്പള്ളിയിൽ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം KP യോഹന്നാന്റെ ബന്ധുക്കളുടെ കൂടി അഭിപ്രായം തേടിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങിൻ്റെ ദിവസവും ഒപ്പം തന്നെ സമയവും നിശ്ചയിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.